നിങ്ങൾ ആത്മാർത്ഥമായി ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഒരിക്കലും ഉപേക്ഷിക്കരുത്. വലിയ സ്വപ്നങ്ങളുള്ള വ്യക്തി എല്ലാം സ്വന്തമാക്കിയ വ്യക്തിയേക്കാൾ ശക്തനാണ്. വിശ്വാസത്തിന്റെ അടുപ്പവും ബഹുമാനത്തിന്റെ അകലവുമാണ് നല്ല ബന്ധങ്ങളെ നിലനിർത്തുന്നത്. പരാജയത്തിന് ഒരു പ്രാധാന്യവുമില്ല. അത് നിങ്ങളെ സ്വയം വിഡ്ഢിയാക്കാനുള്ള ശൗര്യം നൽകും. നഷ്ടപ്പെട്ടതൊന്നും സ്വന്തമായിരുന്നില്ല എന്ന തിരിച്ചറിവിൽ നിന്നാണ് വിജയം ആരംഭിക്കുന്നത്. വസ്തുവകകളെക്കാളും മൂല്യമേറിയതാണ് അനുഭവങ്ങൾ. കാരണം ഓർമ്മകളാണ് ജീവിതത്തിലെ യഥാർത്ഥ നിധി. ഇന്ന് മുഖം തിരിച്ച് നടക്കുന്ന പലരും ഒരിക്കൽ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പുഞ്ചിരി സമ്മാനിച്ചവരായിരുന്നു. ആരെങ്കിലും സഹായിക്കാൻ ഒരു അവസരം കിട്ടിയാൽ നല്ല മനസ്സോടെ സഹായിക്കുക. നമുക്കൊരാവശ്യം വരുമ്പോൾ നമ്മെ സഹായിക്കാനായി ഒരാളെയെങ്കിലും ദൈവം ഒരുക്കുമെന്ന് ഉറപ്പാണ്. ഒരു മെഴുകുതിരി വാങ്ങാനായി നിങ്ങളുടെ കൈവശമുള്ള സൂര്യനെ വിൽക്കരുത്. കൈവശമുള്ളത് നഷ്ടപ്പെടുമ്പോൾ മാത്രമേ അതിന്റെ വില അറിയൂ. ഏതു പ്രതിസന്ധികളിലും ആത്മധൈര്യം കൈവിടരുത്. നിങ്ങളെ സഹായിക്കാൻ എവിടെ നിന്നെങ്കിലും ഒരു സഹായഹസ്തം എത്തുക തന്നെ ചെയ്യും. ഇടയ്ക്കിടെ നമ്മളെ കളിയാക്കുവാനും കുറ്റപ്പെടുത്തുവാനും ചിലരൊക്കെ വേണം. കാരണം ആ കളിയാക്കലുകളും കുറ്റപ്പെടുത്തലുകളും നമുക്കുള്ള പ്രചോദനമാണ്. ഒന്നുകിൽ നിങ്ങളുടെ മനസ്സിനെ നിയന്ത്രിക്കുക, അല്ലെങ്കിൽ നിങ്ങളെ നിയന്ത്രിക്കാൻ നിങ്ങളുടെ മനസ്സിനെ അനുവദിക്കുക. കർമ്മത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണ്. നിങ്ങൾ ചെയ്ത പ്രവൃത്തിക്ക് അർഹിക്കുന്ന പ്രതിഫലം നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. അറിവില്ലാതെയുള്ള സ്നേഹവും സ്നേഹമില്ലാതെയുള്ള അറിവും നല്ലൊരു ജീവിതം കെട്ടിപ്പടുക്കാൻ സഹായിക്കില്ല. തെറ്റുകൾ വന്നു പോകുന്നതിൽ കുറ്റകരമായ ഒന്നുമില്ല. എന്നാൽ അത് ശരിക്കും തെറ്റായും കുറ്റകരമായും മാറുന്നത് ചെയ്ത തെറ്റ് വീണ്ടും ആവർത്തിക്കുമ്പോഴാണ്. അറിവിനേക്കാൾ മഹത്തരമാണ് മനസ്സിലാക്കൽ. നിങ്ങളെക്കുറിച്ച് അറിഞ്ഞവർ ഏറെയുണ്ടാകും, മനസ്സിലാക്കിയവർ അപൂർവവും. ജനിച്ചവന് മരണം നിശ്ചിതമാണ്, മരിച്ചവന് ജനനവും നിശ്ചിതമാണ്. അതുകൊണ്ട് പരിഹാരമില്ലാത്ത കാര്യത്തിൽ ദുഃഖിക്കുന്നത് നിനക്ക് ഉചിതമല്ല. കയറിപ്പോയ പടികളിൽ കാണുന്നവരെ മറക്കാതിരിക്കുക. തിരിച്ചിറങ്ങേണ്ടി വന്നാൽ അവരെയൊക്കെ വീണ്ടും കാണേണ്ടി വരും. എരിഞ്ഞടങ്ങുവാനോ നിരാശയിൽ വിഷമിച്ചിരിക്കാനോ ഉള്ളതല്ല ജീവിതം, മറിച്ച് പ്രതീക്ഷയോടെ മുന്നേറുവാനുള്ളതാണ്. കഴിയുമെങ്കിൽ ഒരൽപ്പം പുഞ്ചിരി നൽകുക. ആത്മാർത്ഥമായി സ്നേഹിക്കുക. കരുതുന്ന ഒരു കൈകളായി മാറുക. ഇരുളിൽ നിൽക്കുന്നവർക്ക് വെളിച്ചമാവുക. ഉറച്ച തീരുമാനവും തളരാത്ത മനസ്സുമുണ്ടെങ്കിൽ ആകാശത്തോളം വലിപ്പമുള്ള വെല്ലുവിളികളെ പോലും ഭയമില്ലാതെ നേരിടാം. ആരെങ്കിലും നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടുകയാണെങ്കിൽ നിങ്ങളുമായുള്ള സംഭാഷണത്തിനിടെ അവരുടെ കണ്ണുകൾ പതിവിലും കൂടുതൽ ചിമ്മാൻ തുടങ്ങും. താങ്ങി നിർത്താൻ ആരുമില്ലെന്ന തിരിച്ചറിവിൽ വേണം നാം ജീവിക്കേണ്ടത്. എങ്കിൽ മാത്രമേ ഓരോ പ്രതിസന്ധിയിലും നമുക്ക് തളർന്നു വീഴാതിരിക്കാൻ കഴിയൂ. മോശമാകാൻ നമ്മൾ മോശമായ കാര്യങ്ങൾ ചെയ്യേണ്ടതില്ല. ഉള്ളതുപോലെ പറഞ്ഞാൽ മതി. നമ്മൾ മറ്റുള്ളവർക്ക് മുന്നിൽ മോശക്കാരാകും. ബന്ധങ്ങൾ രണ്ട് തരമാണുള്ളത്. ചിലർ അനുഗ്രഹമായിട്ടാവും നിങ്ങളുടെ മുന്നിലെത്തുന്നത്, എന്നാൽ ചിലർ നിങ്ങൾക്കൊരു പാഠമായിരിക്കും. ബന്ധങ്ങൾ സ്വർണം പോലെയാണ്, ഉടച്ചു വാർക്കാം. എന്നാൽ സൗഹൃദം വജ്രം പോലെയാണ്, എളുപ്പത്തിൽ തകരില്ല. തകർന്നാൽ പിന്നെ ചേരുകയുമില്ല. നിങ്ങളുടെ സൗഹൃദമാണ് നിങ്ങളുടെ ദൗർബല്യമെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ ബലവാൻ നിങ്ങളാണ്. നിങ്ങളെ വിജയം നേടാൻ പ്രേരിപ്പിക്കുന്ന സുഹൃത്തുക്കളെ കണ്ടെത്തുക. മറ്റു സുഹൃത്തുക്കളെ പിണക്കാതെ ഒരു ചെറിയ അകലം പാലിച്ച് കൂടെ ചേരുക. ചിന്തകളും സങ്കല്പങ്ങളും നമ്മളിൽ നിന്ന് ഒരിക്കലും വേഗത്തിൽ മാഞ്ഞു പോകില്ല. കാരണം ഓരോ ദിവസവും നമ്മുടെ മനസ്സിൽ നമ്മൾ അതിനെ പരിപോഷിപ്പിച്ചു കൊണ്ടിരിക്കുന്നു. പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമ്പോൾ ഉപയോഗിച്ച അതേ ചിന്താഗതിയിലൂടെ നമുക്കതിന് പരിഹാരം കാണാനാകില്ല എന്ന് തിരിച്ചറിയുക. ഒരു വ്യക്തിയോട് അയാൾ അറിയേണ്ടതിലും കൂടുതലായി ഒന്നും തന്നെ പറയരുത്, അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് തന്നെ ദോഷകരമായി ഭവിച്ചേക്കാം. 1000 പേർ നിങ്ങളെ കുറ്റപ്പെടുത്തിയാലും അപമാനിച്ചാലും പരിഹസിച്ചാലും തളരരുത്. നിങ്ങളുടെ ഭാഗത്ത് സത്യമുണ്ടെങ്കിൽ അന്തിമ വിജയം നിങ്ങൾക്ക് മാത്രമാണ്. ഉറച്ച തീരുമാനവും തളരാത്ത മനസ്സുമുണ്ടെങ്കിൽ ആകാശത്തോളം വലിപ്പമുള്ള വെല്ലുവിളികളെ പോലും ഭയമില്ലാതെ നേരിടാം.
ഇനി എത്ര തന്നെ സ്വാതന്ത്ര്യമുണ്ടെങ്കിലും മറ്റുള്ളവരുടെ ഇഷ്ടങ്ങളിൽ കൈകടത്താതിരിക്കുന്നതാണ് ബന്ധങ്ങൾ നിലനിർത്താൻ ഏറ്റവും നല്ലത്. തോൽവിയിൽ തുടരുന്നവരല്ല, തോൽവിയിൽ നിന്നും വീണ്ടും തുടങ്ങുന്നവരാണ് ചരിത്രമായിട്ടുള്ളത്. ഒറ്റപ്പെടുത്താനും കുറ്റപ്പെടുത്താനും എളുപ്പമാണ്, പക്ഷെ ചേർത്തു നിർത്താൻ അത്ര എളുപ്പമല്ല. കാരണം അത് നമ്മളെ മനസ്സിലാക്കിയവർക്കേ പറ്റൂ. നിങ്ങളുടെ പ്രവർത്തനങ്ങൾ കൃത്യമായി ചെയ്തു തീർക്കുക. ഒടുവിൽ ശാന്തനായിരിക്കുക. എല്ലാത്തിനും അനുയോജ്യമായ സമയം കടന്നുവരും. ആദ്യ പരാജയം അഭിമുഖീകരിക്കാൻ ഒരിക്കലും ഭയക്കരുത്. കാരണം വിജയകരമായ ഒരു കണക്ക് പോലും തുടങ്ങിയത് സീറോയിൽ നിന്നാണ്. അവസരം, ആവശ്യകത, കഴിവ്, സമയം ഇവ കൂടെയുള്ളപ്പോൾ പ്രവർത്തിക്കുക. ഒരു നിമിഷം പോലും വൈകരുത്. നഷ്ടമായവ തിരിച്ചു കിട്ടില്ല. തെറ്റിദ്ധാരണകൾ എന്നത് അറിയാതെ എയ്തുപോയ അസ്ത്രം പോലെയാണ്. യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിയുമ്പോഴേക്കും കുറെ മനസ്സുകളെ മുറിവേൽപ്പിച്ച് അത് മുന്നോട്ട് പോയിട്ടുണ്ടാകും. 99% സ്ത്രീകൾക്കും തന്റെ ജീവിത പങ്കാളി ചെയ്യുന്നതിൽ ഏറ്റവും പ്രിയപ്പെട്ട കാര്യം എന്നത് ഏതൊരു മോശാവസ്ഥയിലും അവരെ കുറ്റപ്പെടുത്താതിരിക്കുക എന്നതാണ്. ബന്ധം നല്ലതായിരിക്കുമ്പോൾ അവർ നിങ്ങളോട് എല്ലാം പറയും. ബന്ധം മോശമായിരിക്കുമ്പോൾ അവർ നിങ്ങളെപ്പറ്റി എല്ലാവരോടും പറയും. നിങ്ങളുടെ നിശബ്ദത കൊണ്ട് മറ്റുള്ളവരെ ആശയക്കുഴപ്പത്തിലാക്കുക. നിങ്ങളുടെ പ്രവൃത്തികൾ കൊണ്ട് അത്ഭുതപ്പെടുത്തുക. ഇത് നിങ്ങളുടെ വഴിയാണ്, നിങ്ങളുടേത് മാത്രം. മറ്റുള്ളവർ നിങ്ങളോടൊപ്പം നടന്നേക്കാം, പക്ഷെ നിങ്ങൾക്ക് പകരം നടക്കാൻ ആർക്കും കഴിയില്ല. ആരുടെയും ഉദയം പെട്ടെന്നല്ല. സൂര്യനും മെല്ലെ മെല്ലെയാണ് ഉദിച്ചുയരുന്നത്. ക്ഷമയും ആത്മസമീപനവും ഉള്ളവന് മാത്രമേ ആഗ്രഹിക്കുന്ന ലക്ഷ്യത്തിലെത്താൻ കഴിയൂ. ജീവിതം ഒരു പാമ്പും കോണിയും കളി പോലെയാണ്. എങ്ങനെയെങ്കിലും മുകളിലെത്തുമ്പോൾ വീണ്ടും താഴോട്ടു പോകുന്നു. വീണ്ടും ഒന്നു മുതൽ തുടങ്ങണം. തളരാതെ പരിശ്രമിച്ചാൽ ഒരിക്കൽ വിജയിക്കുക തന്നെ ചെയ്യും. വേദന മറച്ചുകൊണ്ടല്ല, വേദന അറിഞ്ഞു ചിരിക്കണം. തളർത്തുന്നവർക്ക് കരുത്താകുവാനും തളർത്തിയവർക്ക് മുന്നിൽ കരുത്തറിയിക്കുവാനും. നിങ്ങളുടെ സന്തോഷത്തിന്റെ കാരണക്കാരൻ നിങ്ങൾ തന്നെയാണ്. വീഴുന്നത് പരാജയമല്ല, വീണിടത്ത് തന്നെ തുടരുന്നതാണ് പരാജയം. നിങ്ങൾ ഏതൊരു മാനസികാവസ്ഥയിലോ ആയിക്കൊള്ളട്ടെ, എഴുന്നേൽക്കുക, പ്രവർത്തിച്ചു കാണിക്കുക. വളരെ വികൃതമായ ഒന്നാണ് മനുഷ്യ മനസ്സ്. കിട്ടിയതിനെ ഓർത്ത് സന്തോഷിക്കില്ല, കിട്ടാത്തതിനെ ഓർത്ത് വിഷമിച്ചു കൊണ്ടിരിക്കും. നിങ്ങൾക്ക് ഈ ജീവിതത്തിൽ ഒന്നും തന്നെ സ്വന്തമല്ല. ഈ ഒരു കാര്യം എപ്പോഴും നിങ്ങളുടെ മനസ്സിലുണ്ടാകണം. ഒറ്റപ്പെടൽ ഒരിക്കലും ജീവിതത്തിലെ ഇരുട്ടല്ല, പലരെയും തിരിച്ചറിയുവാനുള്ള വെളിച്ചമാണ്. എത്ര കുറച്ച് നമ്മൾ സംസാരിക്കുന്നുവോ അത്രയും കൂടുതൽ മൂല്യം നമ്മുടെ വാക്കുകൾക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. മറ്റുള്ളവരുടെ കുറ്റങ്ങൾ പറയുന്ന സദസ്സിൽ നിങ്ങൾ ഒരിക്കലും ഇരിക്കരുത്. കാരണം നിങ്ങൾ ഇരുന്ന കസേര ഒഴിയുന്ന സമയം മുതൽ അവരുടെ അടുത്ത ചർച്ച നിങ്ങളായിരിക്കും. നേരിടേണ്ടി വരുന്ന സാഹചര്യങ്ങളെ ഓർത്ത് പിന്മാറിയവരല്ല, സ്വന്തം കഴിവുകൾ വിശ്വാസമുള്ളവരാണ് ജീവിതത്തിൽ സ്വപ്നങ്ങൾ സ്വന്തമാക്കിയിട്ടുള്ളത്. വിജയത്തിലൂടെയല്ല ശക്തി കൈവരുന്നത്, നമ്മുടെ പ്രശ്നങ്ങളാണ് ശക്തി രൂപീകരിക്കുന്നത്. ഏത് വിഷമഘട്ടത്തിലും നമ്മൾ തളരില്ല എന്ന് തീരുമാനിച്ചാൽ അതാണ് നമ്മുടെ ശക്തി. നിങ്ങൾക്ക് നിങ്ങളുടെ വിജയം ആഘോഷിക്കാം, പക്ഷെ പരാജയം പഠിപ്പിച്ച പാഠങ്ങൾ എന്നും മനസ്സിലുണ്ടാകണം. ഏത് പ്രതിസന്ധിയിലും ആത്മധൈര്യം കൈവിടരുത്. നിങ്ങളെ സഹായിക്കാൻ എവിടെ നിന്നാണെങ്കിലും സഹായഹസ്തം എത്തുക തന്നെ ചെയ്യും. ഇടയ്ക്കിടെ നമ്മളെ കളിയാക്കുവാനും കുറ്റപ്പെടുത്തുവാനും ചിലരൊക്കെ വേണം. കാരണം ആ കളിയാക്കലും കുറ്റപ്പെടുത്തലും നമുക്കുള്ള പ്രചോദനമാണ്. ഒരു പുരുഷൻ ഒരു സ്ത്രീയെ തുടർച്ചയായി നോക്കുകയും അവൾ കാണുമ്പോൾ മുഖം തിരിക്കുകയും ചെയ്താൽ അതിനർത്ഥം അയാൾ ആ സ്ത്രീയെ പ്രേമിക്കുന്നു എന്നാണ്. ഈ നിമിഷം ഇനി ഒരിക്കലും ആയുസ്സിൽ ആവർത്തിക്കാത്ത നിമിഷമാണിത്. ആവർത്തിക്കാത്ത കുറെ നിമിഷങ്ങളുടെ പേരാണ് ജീവിതം. നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് നന്ദി. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.